ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളൊക്കെ എൻ്റെ വ്ലോഗ് കാണാറുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. നിങ്ങൾ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. എന്നാന്ന് അറിയത്തില്ല, അമ്മ എന്നോട് എല്ലാം പറഞ്ഞു തരും. മോനെ, നിനക്കൊത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നില്ല. പിന്നെ പോകുന്ന വഴിയാ കിണീൻ്റെ പണിയൊക്കെ ഒന്ന് അടിച്ചു വെച്ചു. അമ്മ പറയും ഇതൊക്കെ നീ പറഞ്ഞാലേ ഇവരെല്ലാം കേൾക്കത്തുള്ളൂന്ന്. ആ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എന്റെ വിശേഷം എന്ന് പറയുമ്പോഴത്തേ രാവിലെ തന്നെ അമ്മയ്ക്ക് പ്രാന്തളകി തരല കൊണ്ട് വലിയ ശല്യോ. പിന്നെ ഞാനൊന്നും മിണ്ടത്തില്ല. ഭക്ഷണം തരുന്നില്ലയോ? അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഗയ്സ്. പിന്നെ വേറെന്തുവാ? ഓ മതിയടി മതി, ഇങ്ങനെ അങ്ങ് സോപ്പിടാതെ. ഞാൻ പറയാ, നിനക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വേണോ അല്ലേ? ഞാൻ സെറ്റാക്കി തരാടി, ഞാൻ സെറ്റാക്കി തരാം. പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കാരണം നിങ്ങൾ ബെല്ലൈക്കൺ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് വരും. ബെല്ലൈക്കൺ അല്ലല്ലോ. നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും അല്ലേ? അമ്മ അങ്ങനെയല്ലേ പറഞ്ഞു തന്നെ. അയ്യോ എൻ്റെ സുന്ദരി അമ്മ തുളച്ചി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അതെ, എൻ്റെ അമ്മയെപ്പോഴത്തെ അമ്മ കിട്ടണമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണം, പുണ്യം. കാരണം അത്രയ്ക്ക് നല്ലവളോ ഇതൊക്കെ ഇവളെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതേ അല്ല. ഇവളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ലവളെന്നും പറയേണ്ട ഗൈസ്. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ ഗൈസ്? പിന്നെ എന്ത് പറയാനാ? ഒരു മഹാത്ഭുതം ഉണ്ടായി ഗായ്സ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ട് അല്ല കണ്ടോ. ഇവിടെ ഒരുത്തിയെ കുളിപ്പിച്ച് എന്റെ പൊന്നു ഗായ്സ്. ഇവള് കുളിച്ചത് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ആദ്യത്തെ അത്ഭുതം. പിന്നെ ഇവൾ അനങ്ങാതിരിക്കുന്നത് ഞാൻ കണ്ട രണ്ടാമത്തെ അത്ഭുതം. ഇവള് കുളിച്ചെന്ന് ഒരു സീറ്റ് മനസ്സി ഡീ. ഓ, ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് വെള്ളം നനയ്ക്കുന്ന ഇഷ്ടമാ. ഇവിടെയാണ് അച്ഛനമ്മ സുന്ദരി മോനെ ശീറ്റിക്കുട്ടിയെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചില്ല ആളിച്ചച്ഛൻ താണ്ടെ തുടച്ച് സുന്ദരിയാക്കി വെക്കും. എന്നാലും എന്തൊക്കെ കുളിച്ച കൊൽക്കാകൂ ഇല്ലല്ലോ. ആ അവസ്ഥയാണ് ഇവളുടെ. കാരണം ഇവളെ എത്ര വിളിച്ചാലും ഒരു കാര്യമില്ല ഗൈസ്. ഇവളെല്ലാം അങ്ങ് മണ്ണി കിടന്നും എന്നുവെച്ചാൽ ലിറ്റർ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ലിറ്റർ. ഇവരോ? യോ, എനിക്കറിയാലോനെ. യോ, എന്നെ അറിയാവോ? എന്നെ മനസ്സിലായോ? ഞാനാ സുട്ടുവാ. ഞാൻ സുട്ടുവനാ. അന്ന് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നെ മനസ്സിലായി. അങ്ങനൊക്കെ ആക്ക്. എനിക്ക് ആരെങ്കിലും വരുമ്പോ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത ഷോക്കരാ. ഇനി പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ എന്നെ അറിയാവുന്ന ആൾക്കാർ എന്നെ പ്രത്യേകിച്ച് എന്നെ മൈൻഡ് ചെയ്യണം, എന്നെ എടുക്കണം, കൊഞ്ചിക്കണം. പിന്നിപ്പോ എന്തോ ഉണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖമായിട്ട് പോകണോ? പെണ്ണ് കിട്ടിയോ? ഇയ്യോ, കിട്ടത്തില്ലടാ. എന്തോ കയ്യിരുപ്പങ്ങനാ. നിനക്ക് പെണ്ണെ കിട്ടത്തില്ലടാ. എന്റെ സോക്കരങ്ങനാ. അവന്റെ ചിരി. അങ്ങനെ ശീട്ടോ അങ്ങനെ. പിന്നെ എന്തോ ഗൈസ്, ഇവിടെ എന്തോ ഒരു മണം ഉണ്ടല്ലോ. ഒരു മനം. എന്തുവാ? അമ്മേ 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 എന്തോ അമ്മേ മണത്തിന്റെ ഇവിടെ. അമ്മ എന്തോ മണത്തിന്റെ അമ്മേ. അമ്മേ എന്തു തന്നെ? യോ, ഇത് കുഞ്ഞോവനെ വളയല്ലേ? യോ, ഈ കുരുപ്പ് ഇതെല്ലാം പൊട്ടിച്ചോളയോ? ഒന്നും പറയ. തള്ളക്കി തുടങ്ങി. അവക്ക് എന്തോ വയ്യാഴിക തുടങ്ങിയിട്ടുണ്ട്. ഡി മനുഷ്യന്റെ മോളായി മനുഷ്യനുണ്ടാവില്ലേ? ഞാൻ ഒന്ന് അടങ്ങി, നീ ഒന്ന് വിരന്നെ. അപ്പൊ അത്രേ ഉള്ളൂ വയസ്സ്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.